ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. 1800-കളിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മൈക്കിൾ ഗാരിക്കോയിറ്റ്സ് ലളിതമായ ജീവിതം നയിക്കാനും നിരന്തരം പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ സ്നേഹത്തോടെ സേവിക്കാനും ആഗ്രഹിച്ച പുരോഹിതന്മാരുടെ കൂട്ടായ്മയായ ബേദാറമിലെ തിരുഹൃദയ പുരോഹിതരുടെ സ്ഥാപകനാണ്. ഫ്രഞ്ച് വിപ്ലവാനന്തര കാലഘട്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുവാൻ ദൈവം അദ്ദേഹത്തെ വിളിച്ചു. 1797-ൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച മൈക്കിളിന് പുരോഹിതനാകാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും മുത്തശ്ശിയുടെയും ദയയുള്ളവരുടെയും സഹായത്താൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കി 1823-ൽ പുരോഹിതനായി. ഒരു യുവ പുരോഹിതൻ എന്ന നിലയിൽ ദയയും സ്നേഹവും അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. ഇടവകളിൽ സേവനം ചെയ്യുകയും പിന്നീട് ബേദാറം സെമിനാരിയിൽ അധ്യാപകനും സുപ്പീരിയറുമായി പ്രവർത്തിക്കുകയും ചെയ്തു. ലളിതവും വ്യക്തവുമായ അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾക്ക് ധാരാളം ആളുകൾ ചെവികൊടുത്തു. എന്നാൽ ഇതിലും അപ്പുറം ഒരു ദൈവവിളി മൈക്കിൾ അനുഭവിച്ചു. ലളിതമായി ജീവിക്കുവാനും എവിടെ ആവശ്യമുണ്ടോ അവിടെ പോകാനും തയ്യാറുള്ള ഒരു പുരോഹിത കൂട്ടായ്മയെ അദ്ദേഹം സ്വപ്നം കണ്ടു. 1838-ൽ പ്രതിബന്ധങ്ങളെയും എതിർപ്പുകളെയും അതിജീവിച്ച് അദ്ദേഹം തിരുഹൃദയ സന്യാസ സഭ സ്ഥാപിച്ചു. എളിമയും അനുസരണയും അവരുടെ മുഖമുദ്രയായിരുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ആത്മീയാഭ്യാസങ്ങളും വിശുദ്ധ എലിസബത്ത് ബിച്ചിയർ ഡെ എജൻസിന്റെ ജീവിതവും അദ്ദേഹത്തിന് പ്രചോദനമായി. യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും നയിച്ചു. വിശ്വാസം, നിസ്വാർത്ഥ സേവനം, ദൈവഹിതം പിന്തുടരാനുള്ള ആഗ്രഹം എന്നിവ കൊണ്ട് അനുഗ്രഹീതമായ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ മൈക്കിളിൻ്റേത്. 1947-ൽ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധ മൈക്കിൾ ഗാരിക്കോയിറ്റ്സ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കാനും ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യുവാനും എപ്പോഴും സേവനത്തിന് തയ്യാറാകുവാനുമാണ്. വലിയ വാക്കുകളോ പ്രവൃത്തികളോ അല്ല, ലളിതമായ ജീവിതവും മറ്റുള്ളവരോടുള്ള സ്നേഹവുമാണ് ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ദൈവഹിതം നിറവേറ്റാൻ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ.